എൻഗേജ്മെന്റ് നടക്കാതിരുന്നത് വല്യമ്മയുടെ അനുഗ്രഹം കണ്ട ചേച്ചി. അമ്മ എനിക്കൊരു വഴി കാണിച്ചിരുന്ന എനിക്ക് ഉറപ്പായിരുന്നു മോളെ. നിനക്ക് ബാബുക്കുട്ടനുമായിട്ടുള്ള ബന്ധത്തിന് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ അന്ന് നീ പറയണമായിരുന്നു. അല്ലാതെ പാവം ചെറുക്കനെ കള്ളത്തെളിവ് ഉണ്ടാക്കി പോലീസ് പിടിപ്പിക്കല്ലായിരുന്നു വേണ്ടത്. കള്ളത്തെളിവോ? അശോക് ചേച്ചിയുടെ രജനിയുടെ മാല പൊട്ടിച്ചത് ബാബുക്കുട്ടനെന്ന് ഉറപ്പ് വരുത്തിയിട്ടാ പോലീസ് അവനെ പിടിച്ചോണ്ട് പോയത്. എടീ, ഞാൻ എന്റെ ഈ കയ്യെ കൊണ്ടു നടന്ന് വളർത്തിയ ചെറുക്കനെ അത്. മുറ്റത്തൊരു മാങ്ങ കിടന്നാ പോലും അത് എന്നോട് ചോദിച്ചിട്ടേ അവൻ എടുക്കൊള്ളായിരുന്നു. ആ കൊച്ചിനെ നീ കള്ളത്തെളിവ് ഉണ്ടാക്കി പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത്. ചിറ്റേ, മുറ്റത്ത് കിടന്നിരുന്ന മാങ്ങ എടുക്കാൻ അനുവാദം ചോദിച്ചിരുന്നവൻ വളർന്നത് എവിടെയെന്ന് അറിയാലോ? ദുർഗുണ പരിഹാര പാഠശാലയിൽ, അതിനുശേഷം സെൻട്രൽ ജയിലില്, ഇപ്പൊ സബ് ജയിലിലും. ഇതൊക്കെ നീയും നിന്റെ മറ്റവനും ചേർന്ന് നടത്തുകയാണെന്ന് എനിക്കറിയാം. അവന്റെ മോനെ കൊണ്ട് നിന്നെ കെട്ടിക്കാം. എടി, നിന്റെ കല്യാണം നടക്കും. പക്ഷേ അത് അവന്റെ മോനായിട്ട് നടക്കില്ല. ഞാൻ നടത്തിക്കില്ല. നിങ്ങളാരും നടത്തണ്ട, ബാലമാവ നടത്തിക്കോളും. എടി, എന്റെ കൊച്ചിനെ ജയിലിലാക്കിട്ടേ നീ മണവാട്ടിയായിട്ട് പോകുന്ന എനിക്കൊന്ന് കാണണം. കല്യാണം കഴിഞ്ഞേ ദോ ആ വീട്ടിലോട്ട് പോകുമ്പോഴേ അക്ലേമ നിന്നെ കറക്കിക്കോളും. അപ്പോഴേ ചുമരിലെറിഞ്ഞ പന്ത് പോലെ നീ എന്റെ അടുത്തോട്ട് തന്നെ തിരിച്ചു വന്നോളൂ. നീ ഒരിക്കലും ഗതി പിടിക്കില്ലടി. ഓ, ഓക്കെ, ശരി. ഓ, ശരി. അഹങ്കാരി. ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ഈ കല്യാണം നടക്കുന്ന എനിക്കൊന്ന് കാണണം. ചേച്ചി ഇതൊന്നും കാര്യാക്കണ്ട. ബാ. ചേട്ടാ, അച്ഛനോട് എന്തിനാ ഇത്ര വാശി? ചേട്ടൻ ഇപ്പൊ വിചാരിച്ചാ മതി, നമ്മുടെ അച്ഛന് ആരുടെ മുമ്പിലും തലവനിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. നമ്മുടെ അച്ഛൻ പാവമല്ലേ ഏട്ടാ? പാവോ? അയാളോ? ബെസ്റ്റ്. എടാ, ഞാൻ എന്നുവേ അയാളുടെ മുന്നിൽ തലവണിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കുട്ടിക്കാലം മുകളിൽ നീ കാണുന്നതല്ലേ? ഞാനേ അങ്ങനെ നിന്നൊന്നുമല്ല, അയാൾ നിർത്തിയതാ, അതും മനഃപൂർവ്വം. പിന്നെ ഈ ചാരു കാരണം ഞാൻ സ്റ്റേഷനിലും കയറി കള്ളക്കേസിൽ. അന്നിവിടെയുള്ള എല്ലാവരും എന്നെ മാത്രമാണ് കുറ്റപ്പെടുത്തിയത്. ചേട്ടനെ സ്റ്റേഷനിൽ നിറക്കാൻ ചാരു തന്നെ ഉണ്ടായത്. ഞാനത് നേരിട്ട് കണ്ടതാ. ചേട്ടാ, അച്ഛന് വിഷമം ഉണ്ടാവും. ചേട്ടൻ ഇത്രയും പഠിച്ചിട്ടും ജോലിയൊന്നും ഇല്ലാതെ ഇങ്ങനെ നടക്കുന്ന കാണുമ്പം അത് ചേട്ടനോടുള്ള ദേഷ്യമല്ല. അച്ഛന് ചേട്ടനോട് ഒരു ദേഷ്യമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ചാരുമായിട്ടുള്ള കല്യാണം തീരുമാനിക്കോ? ചാരുവിനെ മാത്രമേ അച്ഛന് സ്നേഹിക്കാൻ കഴിയൂന്നല്ലേ അമ്മയും ഏട്ടനും ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത്. അച്ഛൻ അത്രയും സ്നേഹമുള്ള ആളെ ഏട്ടനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചത് ഏട്ടനോടുള്ള വിശ്വാസം കൊണ്ടല്ലേ? എടാ, എന്തൊക്കെ പറഞ്ഞാലും എന്നോട് ചോദിക്കാതെ എന്റെ കല്യാണത്തിന് വാക്കുകൊടുക്കാൻ പാടില്ലായിരുന്നു. എടാ, എന്റെ അഭിപ്രായം ചോദിക്കാൻ പോലും അയാൾ തയ്യാറായില്ലല്ലോ. കല്യാണം നടത്താൻ വന്നിരിക്കുന്നു. ചേട്ടാ, ചേട്ടാ, അത് ആ ടൈമിലെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു കേട്ടോ. സിറ്റുവേഷൻ ഒന്നുമല്ല, എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തതാ അയാൾ അവളും കൂടെ. എനിക്ക് ആ ബൈക്ക് തിരിച്ചു വാങ്ങി തന്നത് ഉൾപ്പെടെ. ചേട്ടാ, ഞാൻ പറയുന്നത് നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല. എനിക്ക് ചാരുവിനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അതിന്റെ പേരിൽ അയാൾക്ക് തല കുണിക്കേണ്ടി വന്നാലേ കുനിക്കട്ടാ. മറ്റുള്ളവരുടെ മുമ്പിൽ തല കുണിക്കുമ്പോണ്ടെന്ന വിഷമോ സങ്കടമൊക്കെ അയാളൊന്ന് അറിയട്ടെ. ചേട്ടാ, മനുഷ്യനെ കിടത്താൻ വന്നു. ചേട്ടാ, ഹലോ, ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. ആകാശ് ബാലനല്ലേ? അതെ. ബാബുക്കുട്ടന്റെ കേസുമായി ബന്ധപ്പെട്ട് സാറൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നില്ലേ? കൊടുത്തിരുന്നു. അതിന്റെ കാര്യത്തിന് CSR FIR ക്ലാരിഫൈ ചെയ്യാൻ ചോദിച്ചു. സാറൊന്ന് സ്റ്റേഷൻ വരെ വരാമോ? വരാം സാർ. എപ്പോ വരണം? ഇപ്പൊ തന്നെ പോന്നോ?
ഉച്ചയ്ക്ക് ശേഷം മജിസ്ട്രേറ്റ് ലീവാ. ശരി ശരി, ഇപ്പൊ വരാം സാർ. ഓക്കെ. ഓക്കെ. പെട്ടെന്നോ, സാർ വീട്ടിങ്ങാ. ആ നിങ്ങളോട് ഈ ഷിബു പറഞ്ഞത് 11-നും 11:30 ഇടയിലാണ് ഈ സംഭവം നടന്നതെന്നല്ലേ? അതെ, 11:30 പറഞ്ഞേ അല്ലേ ഷിബു? അതെ സാറേ. പക്ഷേ അന്ന് നീ എനിക്ക് മൊഴി തന്നപ്പോ ഉച്ചയൂണിന് മുമ്പ് 1 മണി എന്നല്ലേ പറഞ്ഞത്? അല്ല സാർ, 11:30 സംഭവം അല്ലേ ഷിബു? എടോ ഷിബു, ഇതിലേതാ സത്യം? 11:30 1:30? നീ ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞേ. 11:30 സാറേ. പിന്നെ എന്തിനാണ് അത് മാറ്റി പറയുന്നത്? സാറേ അതെ, അന്നേ കഴിച്ച് ഇച്ചിരി കൂടിപ്പോയി സാറേ. ഒരു സായിപ്പിനെയും മദാമയും റിസോർട്ടിൽ കൊണ്ടാക്കാൻ പോയപ്പോൾ അവരൊരു സന്തോഷത്തിന് ഒരിച്ചിരി തന്നു സാറേ. കുറച്ച് ഓവറായിപ്പോയി സാറേ. 11:30 കറക്റ്റാ സാറേ. ഉറപ്പിക്കാലോ? ആ സാറേ. ശരി, നീ പൊക്കോ. സാറേ, ഈ ബാബുക്കുട്ടനും ഹിന്ദിക്കാരനും അല്ലാതെ വേറെ ആരെങ്കിലും ടീമിലുണ്ടോ? ഉണ്ട്, പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഇവനെ പോലുള്ളവന്മാര് ഇനി പുറത്തിറങ്ങാതെ നോക്കണം. ഇവരെ പോലുള്ള കല്യാണരാമന്മാരെ ഞങ്ങൾ ഓരോന്നായിട്ട് പൊക്കിക്കൊണ്ടിരിക്കുക. അതിൽ പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളുണ്ട്. എന്നാ സാറ് പോയിക്കോ. ആ ഓക്കെ സാർ. സാറേ, ഇവനെ റിമാൻഡ് ചെയ്യോ? റിമാൻഡ് ചെയ്യാം, അതിനുള്ള വകുപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ മജിസ്ട്രേറ്റ് പുതിയൊരു ലേഡിയാ. ഇനി എന്താണെന്നറിയില്ല, നമുക്ക് നോക്കാം. ശരി സാർ. അരവിന്ദറിന്റെയും ചാരുവിന്റെയും കല്യാണം ഉറപ്പിച്ചു. അതിന് വഴിയൊരുക്കി തന്നതിന് താങ്ക്സ്. ഞാനേ എന്നും ഇതിനകത്തായിരിക്കത്തില്ല, പുറത്തേക്ക് ഇറങ്ങും. അതിനുമുമ്പ് അവരുടെ കല്യാണം കഴിയും ബാബുക്കുട്ട. നീ അവളെ കല്യാണം കഴിച്ച് ബോംബെക്ക് കൊണ്ടുപോകുന്നത് നീ ജയിലിൽ കിടന്ന് സ്വപ്നം കണ്ടാൽ മതി. ആ സമയത്ത് അവരുടെ കല്യാണം ഞങ്ങൾ നടത്തും. നിന്റെ കുടുംബത്തെ കല്യാണം കൂടാനേ ബാബുക്കുട്ടൻ വരുന്നുണ്ട്. അപ്പോഴും നിനക്ക് കോൺഫിഡൻസ് ഉണ്ടായാൽ മതി കേട്ടോ. എന്തുവാ അത്? ചുമ്മാ സാറേ.